ഹായ് മച്ചാമാരെ, അബീസ് വിക്കയുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ UK ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുന്നതിന് മുമ്പ് എൻ്റെ ഈ വീഡിയോ ജസ്റ്റ് ഒരു 3 മിനിറ്റുള്ള വീഡിയോ ആയിരിക്കും, പക്ഷെ ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിരിക്കും. എങ്ങനെയാണ് ഒരു ടെസ്റ്റ് ഡേയുടെ അന്ന് നമ്മൾ പെർഫോം ചെയ്യേണ്ടതെന്ന് ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. ഇപ്പം നമുക്ക് 8 മണിക്ക് ടെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് ഒരു 7:55 അല്ലെങ്കിൽ 7:50 അവിടെ എത്തണം. കറക്റ്റ് 8 മണിയാകുമ്പോൾ എക്സാമിനർ ഇറങ്ങി വരും. എക്സാമിനർ ഇറങ്ങി വരുമ്പോൾ ഏറ്റവും ആദ്യം നമ്മളോട് ചോദിക്കുന്നത് നമ്മുടെ പ്രൊഫഷണൽ ലൈസൻസ് കാണിക്കാൻ പറയും. നമ്മൾ പ്രൊഫഷണൽ ലൈസൻസ് കൊടുത്തു കഴിയുമ്പോൾ അവർക്കുടെ ലിസ്റ്റിൽ നമ്മുടെ ഫോട്ടോയും നമ്മുടെ ഒപ്പും കാര്യങ്ങളും എല്ലാം അത് വെച്ച് നോക്കും. എന്നിട്ട് പിന്നെ നമ്മൾ അതിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഇൻസ്പെക്ടർ ദൂരെ കിടക്കണം, ദൂരെയല്ല ഒരു 10 അടി 20 അടി മാറി കിടക്കുന്ന ഒരു കാറ് നോക്കിയിട്ട് അതിൻ്റെ നമ്പർ പ്ലേറ്റ് വായിക്കാൻ പറയും. ആ നമ്പർ പ്ലേറ്റ് വായിക്കുക നമ്മൾ പറയും. എന്നിട്ട് പറയും നിങ്ങളുടെ കാർ ഏതാന്ന് പറയും. അപ്പം അന്നത്തെ ദിവസം ആ 8 മണിക്ക് ഒരു 10 കാറ് നിരന്ന് കിടക്കണ്ടായിരിക്കും. അപ്പം ഞാൻ പറയും എൻ്റെ ഒരു 3ാമത്തെ വണ്ടിയാന്ന് പറയും. അപ്പം വണ്ടി കയറുന്നതിന് മുമ്പ് നമുക്ക് ടെൽമി ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഒരു 10 ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ ഒരു ക്വസ്റ്റ്യനാണ് നമ്മളോട് ചോദിക്കുള്ളൂ വണ്ടി കയറുന്നതിന് മുമ്പ്. ഇപ്പം ചിലപ്പോൾ നമ്മുടെ അടുത്ത് ബോണറ്റ് നോക്കിയിട്ട് എഞ്ചിൻ ഓയിൽ എവിടെയാണെന്ന് ചോദിക്കും, അല്ലെങ്കിൽ നമ്മുടെ നെക്ക് എങ്ങനെ നമുക്ക് ഡ്രൈവിങ്ങിൻ്റെ ടൈമിൽ പ്രൊട്ടക്ട് ചെയ്യാം, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ. അത് കഴിഞ്ഞിട്ട് പറയും നിങ്ങൾ വണ്ടി കയറിയിരുന്നോ, വണ്ടി ഓൺ ആക്കരുതെന്ന് പറയും. എന്നിട്ട് ഈ ഇൻസ്പെക്ടർ വണ്ടിയുടെ ചുറ്റിനും നോക്കിയിട്ട് ടയറ് കാര്യങ്ങളെല്ലാം ഒന്ന് നോക്കും. എന്നിട്ട് അകത്തോട്ട് കയറും. എന്നിട്ട് പുള്ളി പറയും സ്റ്റാർട്ട് ചെയ്തോളാൻ പറയും. സ്റ്റാർട്ട് ചെയ്തോളാൻ പറഞ്ഞിട്ട് നമ്മുടെ വാർണിംഗ് സിഗ്നലോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കും. നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ പുള്ളി പറയും നിങ്ങൾ എപ്പോഴാണോ റെഡി വണ്ടി എടുത്തോളാൻ പറയും. വണ്ടി എടുത്തിട്ട് ഞാൻ ഷെഫീൽഡ് മിഡിൽ കുട്ടിലെ കാര്യമായിട്ട് പറയണം. വണ്ടി എടുത്ത് ആ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി റൈറ്റിൽ പുൾ അപ്പ് ടു ദ ലെഫ്റ്റ് എന്ന് പറയും. പുള്ളി ഒരു ചെറിയ ഡിസ്പ്ലേയിലുള്ള ഒരു ലൊക്കേഷൻ മാപ്പ് ഉണ്ട്, അതിൽ ഒരു റൂട്ട് സെറ്റ് ചെയ്തിട്ട് പറയും മാപ്പ് നോക്കി ഓടിച്ചോളാൻ പറയും. മാപ്പ് നോക്കി പുള്ളി ഓടിക്കും. പുള്ളി എന്തെങ്കിലും ചോദിക്കുവാണെങ്കിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും പുൾ അപ്പ് ടു ദ ലെഫ്റ്റോ റൈറ്റോ പറയുവാണെങ്കിൽ മാത്രം അത് കേട്ടാൽ മതി. ഇല്ലെങ്കിൽ മാപ്പ് എന്ത് പറയണോ അതുപോലെ ഓടിച്ചുകൊണ്ട് പോയിക്കോളാൻ പറയും. നമ്മളപ്പം കറക്റ്റ് സ്പീഡ് ലിമിറ്റ് നോക്കണം കേട്ടോ. 30 ആണെങ്കിൽ മാക്സിമം 30, 32, 33 പോയി കഴിഞ്ഞാൽ അത് മേജറാവും. എൻ്റെ ഏറ്റവും ആദ്യം തന്നെ എനിക്ക് വന്നത് മേജറായിരുന്നു. മേജർ അത് ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഞാനപ്പോൾ ടിപ്സ് ആണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത്, സോറി മാറിപ്പോയി. ഓക്കെ, ടിപ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടി എടുക്കുക, മാപ്പ് നോക്കി കറക്റ്റായിട്ട് ഓടിക്കുക. പുൾ അപ്പ് ടു ദ ലെഫ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ നോക്കിയിട്ട് ലെഫ്റ്റിൽ നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം പാർക്ക് ചെയ്താൽ മതി. അവർ പറഞ്ഞു എന്നും പറഞ്ഞ് നമ്മൾ ടെൻഷൻ അടിച്ച് ചെയ്യണ്ട. പിന്നെ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ചില സൈഡിൽ 2 സൈഡിലും പാർക്ക്ഡ് വെഹിക്കിൾസ് ഉണ്ടാവും. അപ്പോൾ റോഡിൻ്റെ കുറച്ച് നടുക്കായിട്ട് പോവുക. പിന്നെ ഏതെങ്കിലും വണ്ടി ഫ്രണ്ടിൽ നിന്ന് വരുവാണെങ്കിൽ നിർത്തി കൊടുക്കുക. പിന്നെ വണ്ടികൾ പോകുമ്പം റൈറ്റിൽ മിറർ നോക്കുക, റൈറ്റിലോട്ട് എടുക്കുക. വണ്ടി കവർ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ പാർക്ക്ഡ് വെഹിക്കിൾസ് ഇല്ലെങ്കിൽ ലെഫ്റ്റിലോട്ട് നോക്കുക, ലെഫ്റ്റിലോട്ട് എടുക്കുക. അങ്ങനെ പിന്നെ എപ്പോഴും മിറർ നോക്കുക. പിന്നെ ഗീവ് വേയിൽ വരുമ്പോൾ ബോഡി ഒന്ന് മുമ്പോട്ടാക്കിയിട്ട് ഫ്രണ്ടും ബാക്കും നോക്കുക. പിന്നെ എപ്പോഴെങ്കിലും പുൾ അപ്പ് ടു ദ ലെഫ്റ്റ് പറഞ്ഞ് വണ്ടി നിർത്തിയിട്ട് നമ്മൾ എടുക്കുമ്പോൾ ആ 5 ചെക്സ് ഉണ്ടല്ലോ, 1 2 3 4 5 ആ ചെക്സ് നോക്കുക. നിങ്ങൾക്ക് ഇത് ഭയങ്കര തമാശയായിട്ട് തോന്നും, മച്ചാനെ ഇതിങ്ങനെ ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ തോക്കും. ഓക്കെ, എന്നിട്ട് പോവുക. പിന്നെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുള്ളി എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കും. ഒന്നല്ലെങ്കിൽ ഫ്രണ്ടിലെ ചില്ലൊന്ന് ക്ലീൻ ആക്കാൻ പറയും, അല്ലെങ്കിൽ ബാക്കിലെ ഇതൊന്ന് ക്ലീൻ ആക്കാൻ പറയും, അല്ലെങ്കിൽ ഒന്ന് ഹീറ്റ് ഓൺ ആക്കാൻ പറയും. അങ്ങനെ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങളോട് ചോദിക്കും. അങ്ങനെ പോകും. പിന്നെ ഏതെങ്കിലും ഒരു പാർക്കിംഗ് മസ്റ്റായിട്ട് ചോദിക്കും. എൻ്റെ അടുത്ത് പറഞ്ഞത് പുൾ അപ്പ് ടു ദ റൈറ്റ് ആൻഡ് 2 കാറ് പുറകിൽ റിവേഴ്സ് എടുക്കുക, 2 കാറ് പുറകിലോട്ട് റിവേഴ്സ് എടുക്കുക. അങ്ങനെ റിവേഴ്സ് എടുക്കുമ്പോൾ ഭയങ്കര സ്ലോ ആയിട്ട് റിവേഴ്സ് എടുക്കുക. റിവേഴ്സ് എടുക്കുന്ന ടൈമിൽ ഏതെങ്കിലും കാർ നിങ്ങളുടെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വണ്ടി ഫുള്ളായിട്ട് സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് ആ വണ്ടി കിടന്നു പോയി കഴിയുമ്പോൾ നിങ്ങൾ 5 ചെക്സ് 1 2 3 4 5 അങ്ങനെ ചെക്ക് ഫുള്ളും നല്ല ഉഷാറായിട്ട് നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടെടുക്കുക. ഓക്കെ, സ്പീഡ് ലിമിറ്റ് കൂടുന്നതും കാര്യങ്ങളല്ല. ഇപ്പം 40 പോകണമെന്നുണ്ടെങ്കിൽ 36, 37, 38 അങ്ങനെ പോവാം. 44 പോയി കഴിഞ്ഞാൽ അത് മേജറായി. ചിലപ്പം എനിക്ക് തോന്നുന്നു 42 44 പോയാൽ മേജറായി. അപ്പം കറക്റ്റ് പോവാം. പിന്നെ നമ്മുടെ ടെസ്റ്റ് ഡേ ആണ്. നമ്മൾ ഭയങ്കര പേഷ്യൻസിൽ പയ്യെ റിലാക്സ് ആയിട്ട് പോകണം. പിന്നെ ഇൻസ്പെക്ടർ എന്തെങ്കിലും പറഞ്ഞിട്ട് നമുക്ക് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ പറയാമോ എന്ന് നമുക്ക് ചോദിക്കാം. അതിൽ യാതൊരു പ്രശ്നമില്ല. പിന്നെ ഇൻസ്പെക്ടർ ഇംഗ്ലീഷ് ഭയങ്കര സ്പീഡിലാണ് പറയണമെങ്കിൽ പയ്യെ പറയണമെന്ന് പറഞ്ഞാൽ അതും പറയും. അതെല്ലാം അവർ ചോദിക്കും. ഓക്കെ, ടെസ്റ്റ് ഡേയിൽ നല്ല ആക്റ്റീവായിട്ട് പോവുക. പിന്നെ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഒരു 2 ഇൻസ്റ്റാഗ്രാം വീഡിയോ, ഇംഗ്ലീഷുകാർക്കിടെയാണ്, എൻ്റെ അല്ല, എനിക്ക് ഇൻസ്റ്റാഗ്രാമല്ല സോറി 2 ടിക്ടോക്ക് വീഡിയോസ് ഉണ്ട്. അത് നിങ്ങൾ കണ്ടിട്ട് പോകണമെങ്കിൽ നല്ല എഫക്റ്റീവ് ആവും. ഓക്കെ, പിന്നെ എല്ലാ ഹസാർഡ്സും കാര്യങ്ങളും എല്ലാം നോക്കി പോവുക.
പിന്നെ ടെസ്റ്റിൽ ഫെയിൽ ആവുന്ന കാര്യം പറഞ്ഞല്ലോ, ഒരു മേജർ ഉണ്ടെങ്കിൽ ഫെയിൽ ആവും, പിന്നെ 14 മൈനർ ഉണ്ടെങ്കിൽ ഫെയിൽ ആവും, പിന്നെ ഒരു മൈനർ തവണ 3 തവണ റിപ്പീറ്റ് ചെയ്താലും ഫെയിലാണ്. ഓക്കെ, അങ്ങനെ എല്ലാവരും പാസ്സാവട്ടെ എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കണം. അപ്പോൾ എനിവേ സ്റ്റേ ട്യൂൺഡ് ടു അബീസ് UK ചാനൽ. മറ്റൊരു വീഡിയോ ആയിട്ട് തന്നെയായിരിക്കും. ബൈ.